ഹലോ എവരിവൺ. ഇന്ന് ഫെബ്രുവരി 14 ലോകം മുഴുവൻ വാലന്റൈൻസ് ഡേ അഥവാ പ്രണയ ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസം. യഥാർത്ഥത്തിൽ 365 ദിവസം ഒരു വർഷത്തിലുള്ളപ്പോൾ ഈ ഒരു പ്രണയ ദിനം അല്ലെങ്കിൽ ഒരു ദിവസം പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണല്ലേ. ഓരോ ദിവസങ്ങളും നമ്മളൊരു പ്രത്യേകത കൊടുത്തു കഴിയുമ്പോൾ അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ പ്രണയ ദിനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പ്രണയ ദിനം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു കൺസെപ്റ്റിൽ നമുക്ക് പ്രണയിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ ഒരു വ്യക്തി ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ട് എങ്കിൽ മാത്രമേ ആ ഒരു ദിവസം പൂർണ്ണമാകൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഈ പ്രണയ ദിനം എന്ന് പറയുമ്പോൾ അല്ലെ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ, നമ്മളെ തന്നെ കരുതാനും നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനും തയ്യാറാകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പുനർവിചിന്തനം ചെയ്യാൻ പറ്റിയ ദിവസമാണ് വാലന്റൈൻസ് ഡേ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ, അത് നമ്മുടെ ജീവിത പങ്കാളിയാകാം, നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ, ഇവർക്കൊക്കെ വേണ്ടി തിരക്കേറിയ ജീവിതത്തിൽ ഞാനൊരു അല്പമെങ്കിലും സമയം മാറ്റിവെക്കുന്നുണ്ടോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് ഉള്ള ഒരു സമയവുമാണ് ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. നമ്മളൊരാളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത് ജീവിത പങ്കാളിയെ ആകാം, അല്ലായെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ആവാം. ഇവിടെയൊക്കെയും സ്നേഹം എന്ന് പറയുമ്പോൾ അത് പരസ്പരമുള്ള തുറന്നു പറച്ചിലുകളുടെയും വിട്ടുവീഴ്ചകളുടെയും അംഗീകാരത്തിൻ്റെയും ഒക്കെയും ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ പ്രണയം അഥവാ സ്നേഹം എന്ന് പറയുന്നത്. യഥാർത്ഥ പ്രണയം അല്ലെങ്കിൽ നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചകളുടെയും അതോടൊപ്പം ആ വ്യക്തിയെ അംഗീകരിക്കാൻ, അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാനും ഒക്കെയും ഉള്ള ഒരു തലമായിട്ട് നമ്മൾ കാണാനായിട്ട് പഠിക്കണം. പല പ്രായത്തിലും പ്രണയത്തിന് പല മുഖങ്ങളാണല്ലേ. നമ്മൾ വളർന്നു വരുന്ന ഒരു കൗമാരപ്രായത്തിലെ പ്രണയത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സ്വാർത്ഥതയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഒരുതരം ബാലിശമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉള്ള ഒരു പ്രണയമാണ്. പലപ്പോഴും ആ പ്രണയത്തിന് അധികം നാൾ ആയുസ് കാണാനായിട്ട് സാധ്യതയില്ല. ആ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ തോന്നുന്ന ഒരു വികാരം മാത്രമായിട്ട് പലപ്പോഴും ആ ഒരു പ്രണയബന്ധങ്ങൾ മാറും. എന്നാൽ അതിനുശേഷമുള്ള നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഒരു യൗവനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബന്ധത്തിലൂടെ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലെത്തുന്ന വിവാഹങ്ങൾ കാണാം. അതല്ല എങ്കിൽ നമ്മൾ അറേഞ്ച്ഡ് ആയിട്ടുള്ള മാരേജ് ആവും. എങ്ങനെയായാലും നമ്മളൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയെങ്കിലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയും ഒരുപാട് അഭിപ്രായങ്ങളും അല്ലായെങ്കിൽ അവരുടേതായ കാഴ്ചപ്പാടുകളുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമൊക്കെ ഉള്ള ഒരാളാണ് എന്ന് രണ്ടു കൂട്ടരും, അത് സ്ത്രീ ആയാലും പുരുഷനായാലും മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയെ അവരുടെ കുറവുകളോടും അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ അംഗീകരിക്കാനായിട്ടും ഒക്കെയുള്ള മനസ്സ് കാണിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് അർത്ഥവത്തായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രണയ ദിനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തികളോട്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഏത് ഏരിയയിലുള്ള ബന്ധങ്ങളൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്യാനോ ഒന്ന് ഇരുത്തി ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്ക് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളോടുള്ള നമ്മളുടെ ബന്ധത്തെ, ആ സ്നേഹബന്ധം അത് ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് പറ്റുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് ഈ ഫെബ്രുവരി 14 കാണാം. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.